ഹലോ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഇന്ന് ഞങ്ങളുടെ ഫെയർവെല്ലായിരുന്നു. അപ്പോൾ രാവിലെയാണ് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ കോളേജിൽ ചെന്നു. ഇങ്ങനെ ഓരോ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് കോളേജിൽ ചെന്നപ്പം മരം നിറയെ ഇങ്ങനെ മഞ്ഞപ്പൂ ഇങ്ങനെ പൂത്തിരിക്കുന്നു, അതേ കാണുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ, അലന്, ലക്ഷ്മി, അങ്ങനെ ഞങ്ങൾ 3 പേരോട് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ കാണുന്ന ഗ്രൗണ്ടാണ് ഞങ്ങളുടെ കാതോലിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അവിടെ ആണെങ്കിൽ ഓരോ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാനാണ് MCOM സെക്കൻഡ് ഇയറാണ്. അപ്പോൾ ഞങ്ങളുടെ ഫെയർവെല്ലായിരുന്നു ഇന്ന്. MCOM സെക്കൻഡ് ഇയർ, BCOM അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള സെക്കൻഡ് ഇയേഴ്സും ഡിഗ്രി തേർഡ് ഇയേഴ്സിൻ്റെയും ഫെയർവെല്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയേഴ്സൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രോഗ്രാമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഈ കാണുന്ന അനുസൂയ എന്ന് പറയുന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡാൻസാണ്. നല്ല ഡാൻസായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമും ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫെയർവെല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇനിയും 28-ാം തീയതി വരെ ക്ലാസ് ഉള്ളൂ. ഈ കാണുന്നത് വേറെ ഒരു ഗ്രൂപ്പ് ഡാൻസാണ്, ഡിഗ്രിക്കാരുടെ. അടുത്തത് സുബിൻ സാർ. ഈ സുബിൻ സാർ എന്ന് പറയുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, എയ്ഡനെ പഠിപ്പിക്കുന്നത്. സാറാണ് ഒരു പാട്ട് പാടുന്നത് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്കറിയത്തില്ല എന്ന് അത്ര നല്ലതായിട്ട് പാടുമെന്ന്. ഈ കാണുന്നത് ഞങ്ങളെ പഠിപ്പിക്കുന്ന മിസ്സുമാരിൽ ഒരു തകർപ്പൻ ഡാൻസ് എന്നേ പറയാൻ പറ്റൂ. കാരണം ഞങ്ങൾ അറിഞ്ഞില്ല മിസ്സുമാർ ഇത്രയും കളിക്കുമെന്ന്. ഞങ്ങളെപ്പോലെ ഒരാളാണ് ഈ മിസ്സുമാരൊക്കെ. നന്ദു മിസ്സ് ഈ മഞ്ഞ സാരി എടുത്ത് കാണുന്നത്. നന്ദു മിസ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം നന്ദു മിസ്സാണ് പൊളിയായിട്ട് ഡാൻസ് കളിച്ചു. ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു മിസ്സുമാരിങ്ങനെ ഡാൻസൊക്കെ കളിക്കുമെന്ന്. അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു സർപ്രൈസ് ആണെന്ന് അറിഞ്ഞു. പിന്നെ ഡാൻസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായേ മിസ്സുമാരുടെ ഡാൻസാണ്. ഈ കാണുന്നത് ആതിരയാണ്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ആതിര കാതോലിക് കോളേജിലെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമായിരുന്നു. ഓരോ അനുഭവങ്ങളൊക്കെ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ, കോളേജിലെ ഓരോ അനുഭവങ്ങൾ, മിസ്സുമാരെ പറ്റി, അങ്ങനെ ഓരോ അനുഭവങ്ങൾ അവളിങ്ങനെ പറയുമായിരുന്നു. ആൽവിനും പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവം ടൂറ് തന്നെയാണ്. ഞങ്ങളാണെങ്കിൽ കൊടൈക്കനാൽ, മറയൂർ, മൂന്നാർ ഈ 3 സ്ഥലങ്ങളിലാണ് പോയത്. അപ്പം ഞങ്ങൾക്കൊരിക്കലും കാതോലിക് കോളേജിലെ ഞങ്ങളുടെ ടൂറ് മറക്കാൻ പറ്റത്തില്ല. 3 ദിവസം ഉള്ളായിരുന്നെങ്കിലും ഞങ്ങൾ 3 4 ക്ലാസ്സുമായിട്ടൊക്കെ പോയേ. ആ 4 ക്ലാസ് ഞങ്ങളൊരു ഫാമിലി പോലെ 3 ദിവസം. ഞങ്ങൾ കോളേജിൽ അങ്ങനെ സംസാരിച്ചില്ലെങ്കിലും പക്ഷെ ടൂർ പോയപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിച്ചെന്ന് പറയാം. അങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ ആതിര ഇങ്ങനെ പറയുമായിരുന്നു. ആതിരയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് സംസാരിച്ചു. കാരണം ഞങ്ങൾക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ എന്നെ വിളിക്കുമോ അങ്ങനെയൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആതിരയെ വിളിച്ചപ്പം ആതിരയ്ക്ക് അറിയാമായിരുന്നു ആതിരയെ വിളിക്കുമെന്ന് എക്സ്പീരിയൻസ് പറയാൻ. ആതിരയാണെങ്കിൽ നല്ല കൂളായിട്ട് നല്ല വൃത്തിയായിട്ട് സംസാരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ടി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കൊരു 1:30 വരെ പ്രോഗ്രാമായിരുന്നു. ഇതാണെങ്കിൽ അനഘ, ഗായത്രി, ആതിര ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തരുകയും അങ്ങനെ ഓരോന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഞങ്ങൾ കോളേജിനടുത്ത ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ പോയത്. ഒരു 5-10 മിനിറ്റ് നടക്കാനുണ്ട്. ഞങ്ങളവിടെ ചെന്നു. ഒരു പാറയിൽ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. ഇങ്ങനെ അവിടെ സീ ഫുഡ് വെറൈറ്റീസ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും കോളേജുകൾ, അപ്പം ഞങ്ങൾ സ്ഥിരം പോകുന്ന ഹോട്ടലാണ്. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. എന്നിട്ട് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി വരുന്നിടം വരെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ബിരിയാണി വന്നു. എന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓറഞ്ച് ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. നല്ല ഓറഞ്ച് ജ്യൂസും നല്ല ബിരിയാണിയൊക്കെയാണ്. ഞങ്ങൾ സ്ഥിരം പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ പോകുന്നതും. എന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കോളേജിലോട്ട് നടന്നു പോയി. എന്നിട്ട് കോളേജിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോയതാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ പുതിയ ബ്ലോക്കാണ്.
പക്ഷേ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇതുവരെ ക്ലാസ് അവിടെ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞായിരിക്കും ഇനി തുടങ്ങുന്നത്. എന്നിട്ട് ഞങ്ങൾ കുറേ അവിടെ വെച്ച് പുതിയ ബ്ലോക്ക് വെച്ച് കുറേ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. എന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതാണെങ്കിൽ ഗായത്രിയാണ് അനഘയ്ക്ക് കുറേ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്നതൊക്കെ പുതിയ ബ്ലോക്കിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്സൊക്കെ ഇത് കാണുന്നതൊക്കെ. അതുകഴിഞ്ഞ് ഗായത്രി ഞങ്ങൾ വന്നിട്ട് അവിടെ വെയിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഗായത്രി ആണെങ്കിൽ ഞാനും ഒക്കെ പ്ലേസ് അങ്ങ് മാറി. ഇത് ഞങ്ങളുടെ താഴെ തന്നെ ഉള്ളൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ വരച്ച് പോയി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഈ കാണുന്നത് ഞങ്ങളുടെ MCOM എല്ലാവരും ഉള്ളൊരു ഫോട്ടോയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതെല്ലാം ഞങ്ങളെടുത്ത ഫോട്ടോസാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.